എപ്പോഴാണ് കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഒരു ബിസിനസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്പാർക്ക് വന്ന് വീഴുന്നത്? പറഞ്ഞ മാതിരി ഞാൻ ഇടുക്കി ജില്ലയിലെ തൊടുപുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ പഠിച്ചത്. അവിടെ പ്രീ ഡിഗ്രി ഒക്കെ ചെയ്ത് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ വന്ന് 4 വർഷം എഞ്ചിനീയറിംഗ് ചെയ്തു. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് പൂനെക്ക് പോയി, അവിടെ പോയി MBA ചെയ്തു. അത് കഴിഞ്ഞ് നേരെ മുംബൈയിൽ വന്നു. ലാസ്റ്റ് ലൈൻ ട്യൂബറിൽ ജോയിൻ ചെയ്തു. 95 ഞാൻ ഇന്ത്യ വിടുന്നത്. 95 വിട്ട് പിന്നെ ഞാൻ മസ്കറ്റിലായിരുന്നു കുറച്ച് നാൾ, ഭവാൻ എഞ്ചിനീയറിംഗിൽ. അത് കഴിഞ്ഞ് ഷ്നൈഡർ ഇലക്ട്രിക് എന്ന് പറഞ്ഞൊരു ഫ്രഞ്ച് കമ്പനിയിലായിരുന്നു. അത് കഴിഞ്ഞൊരു അരേവ TND എന്ന് പറഞ്ഞൊരു ഫ്രഞ്ച് ഗവൺമെൻറ് കമ്പനിയായിരുന്നു. അത് കഴിഞ്ഞ് GE ഒരു അമേരിക്കൻ കമ്പനി, ജനറൽ ഇലക്ട്രിക്, അതിലായിരുന്നു. പിന്നെ ABB സ്വീഡിഷ് കമ്പനിയിലായിരുന്നു. ഈ കമ്പനികളിലെല്ലാം ഞാൻ വളരെ സീനിയർ മോസ്റ്റ് പൊസിഷനാണ് വെച്ചിരുന്നത്. അതായത് ഒന്നുമില്ലെങ്കിൽ ഗ്ലോബൽ ലീഡറായിട്ടോ, ഗ്ലോബൽ ലീഡർ ഫോർ ഓയിൽ ആൻഡ് ഗ്യാസ് പെട്രോ കെമിക്കലായിരുന്നു, ഇല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൻ്റെ റീജിയൽ ഹെഡായിട്ടായിരുന്നു. വളരെ സീനിയർ പൊസിഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോഴൊക്കെ നമ്മൾ ഒഫീഷ്യലായിട്ടും പേഴ്സണലായിട്ടും, ഒഫീഷ്യലായിട്ട് കൂടുതൽ കാര്യം, ഞാൻ GEയിൽ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ മാനേജർ, എൻ്റെ ബോസ് ബേസ് ചെയ്തിരിക്കുന്നത് US കണക്റ്റിക്കറ്റ്, പ്ലെയിൻവിൽ എന്ന് പറയുന്നത്. ഷ്നൈഡർ ഇലക്ട്രിക്കിലും അരേവയിലൊക്കെ ഇരിക്കുമ്പോൾ എൻ്റെ മാനേജർ ബോസ് ഇരിക്കുന്നത് ഫ്രാൻസിലാണ്, പാരീസിലായിരിക്കും. അപ്പോൾ വളരെ ഇതായിട്ട് ഓൾമോസ്റ്റ് എല്ലാ മാസവും യാത്ര ചെയ്യേണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി യാത്ര ചെയ്തിട്ടുണ്ട്, വളരെയധികം സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. അപ്പോൾ പോകുമ്പോൾ നല്ല നല്ല ലക്ഷറി റിസോർട്ടിൽ പോയി താമസിക്കുമായിരുന്നു. ആക്ച്വലി ഒത്തിരി നല്ല റിസോർട്ട്, ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട്. പക്ഷേ ഈ രാജ്യങ്ങളിലൊക്കെയും നാച്ചുറൽ ബ്യൂട്ടി എന്ന് പറയാനൊന്നും ഇല്ല. ആക്ച്വലി അവരത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതാണ് അവരുടെ ഇതായിട്ട്. അപ്പം അങ്ങനെ വന്നപ്പോൾ എനിക്കൊരു ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് എന്തുകൊണ്ട് നമ്മുടെ ഇന്ത്യ രാജ്യത്ത്, നമ്മുടെ കൊച്ചു കേരളത്തിൽ, അതും പ്രകൃതി രമണീയമായ ഇടുക്കി ഇല്ലെങ്കിൽ വയനാട്, ഇതായിരുന്നു എൻ്റെ മെയിനായിട്ട് ടാർഗറ്റ്. ഇടുക്കിയിൽ ആ സമയത്ത് ഞങ്ങൾ നല്ലൊരു സ്ഥലം നോക്കി, എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അന്ന് മൂന്നാറിലൊക്കെ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. നമുക്കൊരു ക്ലിയർ ഡീഡുള്ള സ്ഥാപനങ്ങൾ നമുക്ക് കിട്ടിയില്ല. എന്ത് ചെയ്താലും അത് 100% ലീഗലായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ നോക്കി വന്നപ്പോൾ വയനാട് ഒരു സ്ഥലം കണ്ടു, ഇഷ്ടപ്പെട്ടു. അപ്പോൾ വയനാടിനെ ഇടിച്ച് പൊളിക്കാണ്ട് തന്നെ. അതെ, അല്ല അതും ഒരു പ്രത്യേകമാണ്. ഞാൻ പറഞ്ഞ മാതിരി ഞാനൊരു എൻജിനീയറാണ്. അപ്പം ഞങ്ങൾ പൊതുവേ എൻജിനീയറിങ്ങിൽ ഒരു സിവിൽ കൺസ്ട്രക്ഷൻ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മല, ഒരു ബാണാസുര ഹില്ലാണ്. ഈ ബാണാസുര ഹില്ല് ബേസിക്കലി കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ എന്താ ചെയ്യുക, നമ്മളത് ഇടിച്ച് പൊളിച്ച് സ്ട്രെയിറ്റ് ആക്കി പിന്നെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യും. ഇതൊരു വേ ഓഫ് ഡൂയിങ് കൺസ്ട്രക്ഷൻ. നമ്മളത് ചെയ്യാതെ പ്രകൃതിയോട് ചേർന്നിട്ട്, അത് മണ്ണൊന്നും ഇടിക്കാതെ, മരങ്ങളൊന്നും വെട്ടാതെ, അതേമാതിരി എൻവയോൺമെൻറ്റിനെ അതേമാതിരി നിർത്തിക്കൊണ്ട് നമ്മൾ ചെയ്തു. കൺസ്ട്രക്ഷൻ കോസ്റ്റ് കൂടി, എന്നാലും നമ്മൾ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ചെയ്തു. പിന്നെയുള്ള ആ ഏരിയയിലുള്ള ആൾക്കാർക്ക് നമ്മൾ ജോലി കൊടുത്തു. കാര്യം ഒത്തിരി ആദിവാസികളുണ്ട് അവിടെ. അവർക്കൊക്കെയും പല സ്ത്രീകൾക്കും ജോലി ചെയ്യാനും ഒക്കെ ആയിട്ട് അവർക്കൊക്കെ ജോലി കൊടുത്തു. അപ്പം അവരുമായിട്ട് ചേർന്ന്, ആ എൻവയോൺമെൻറ്റിനോട് ചേർന്ന് നമ്മൾ മുമ്പോട്ട് പോകാൻ ശ്രമിച്ചു. ഇങ്ങനെയാണ് നമ്മൾ എൻ്റർപ്രണർഷിപ്പ് തുടങ്ങിയത്. ഈ പറഞ്ഞതിൽ വയനാട് വന്നിട്ട് പ്രകൃതിയെ നശിപ്പിക്കാണ്ട് ഒരു അവിടെ തന്നെ ഈ പറയുന്ന മനസ്സിലുണ്ടായിരുന്ന റിസോർട്ടിൻ്റെ ഒരു രൂപം കൊടുത്തു. ഒരു വിരോധാഭാസം വേറൊരു സൈഡിൽ കിടപ്പുള്ളത്, സാധാരണ നേരത്തെ പറഞ്ഞു പോയപ്പോൾ തന്നെ ഈ ഇടിച്ചു പൊളിക്കാണ്ട്, സാധാരണ ഇടിച്ചു പൊളിച്ചാണ് ഏതായാലും ചെയ്യുന്നത്. ഇപ്പോഴാണ് ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു പ്രാധാന്യം. അതായത് നമ്മൾ ഇടിച്ചു പൊളിച്ചിട്ടാണ് പ്രകൃതിയെ, പ്രത്യേകിച്ച് വയനാട് അടക്കമുള്ള പലയിടത്തും ഇങ്ങനെ കാണാൻ പറ്റും. അത്തരം ഒരു പ്രവണത ഉള്ളതിന് സ്വയം നമുക്ക് തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും ഇങ്ങനെ അല്ല ഒരു സ്ഥാപനം നടത്തേണ്ടത്, അല്ലെങ്കിൽ ഒരു മനസ്സിലുള്ള ഒരു സംഭവങ്ങൾ, ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കേണ്ടത് പൊളിച്ചിട്ടല്ല എന്ന്, അല്ലെങ്കിൽ അങ്ങനെ അത്തരം നിലപാടുകളോട് മനസ്സിലെങ്കിലും ഒരു വിമർശനം തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഞാൻ പല ഫോറത്തിലും ഇത് സംസാരിച്ചിട്ടുണ്ട്. വളരെ ഒന്ന് നോക്കുമ്പോൾ ഏറ്റവും ചിലവ് ചുരുങ്ങിയ ഇതെന്ന് പറയും, ഇപ്പോൾ ഒരു മല, ആ മലയിൽ ഒരു റിസോർട്ട് തുടങ്ങണമെങ്കിൽ ആ മല ഇടിച്ച് സ്ട്രെയിറ്റ് ഫ്ലാറ്റ് ആക്കിയിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ചീപ്പർ. ആക്ച്വലി മണ്ണൊക്കെ എടുത്ത് കളഞ്ഞ് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് കെട്ടിപ്പൊക്കാം. അതിന് പകരം നമ്മൾ ആ എൻവയോൺമെൻറ്റിനെ ചേർത്ത് വെച്ചുകൊണ്ട് ചെയ്താൽ കോസ്റ്റ് കൂടും. അപ്പോൾ ഈ കോസ്റ്റ് കൂടുന്നതുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഞാൻ പല ഫോറത്തിലും പോയി സംസാരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എൻവയോൺമെൻറ്റിൽ ഇങ്ങനെ മണ്ണിടിച്ച് അല്ലെങ്കിൽ മരം വെട്ടിയൊക്കെ ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ വരുന്നത്. ഇപ്പം ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ പലയിടത്തും, ഞാൻ പ്രത്യേകിച്ച് പേര് പറയണില്ല, നമുക്കറിയാം അന്ന് കേരളത്തിൽ എവിടെയൊക്കെയാണ് പ്രകൃതി ദുരന്തം ഉണ്ടായിരിക്കണത്. എല്ലാം മനുഷ്യനിർമ്മിതമാണ്. ആക്ച്വലി മനുഷ്യരാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു റീസൺ. നമ്മുടെ പൈസ ബിസിനസ് ചെയ്ത് നമ്മൾ എങ്ങനെയും ബിസിനസ് ചെയ്ത് പൈസ ഉണ്ടാക്കുക എന്നുള്ളൊരു ഇതിലോട്ട് പോവുകയാണ്. അവിടെയാണ് പ്രശ്നം വരുന്നത്. നമ്മളെപ്പോഴും
ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതൊരിക്കലും ഉണ്ടാവില്ല. എന്ത് ബിസിനസ് ആയിക്കോട്ടെ, നിങ്ങളൊരു ടെക്സ്റ്റൈൽ ബിസിനസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളൊരു ടൂറിസം ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളൊരു റെസ്റ്റോറൻ്റ് ആയിക്കോട്ടെ, ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അതിൽ കൊണ്ടുവന്നാൽ അവിടുത്തെ ജനങ്ങൾക്കും അവിടുത്തെ ഒരു സർവീസ് ഹെൽപ്പിംഗ് ദ കമ്മ്യൂണിറ്റി ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ആ ബിസിനസ് പ്രോഗ്രസ് ചെയ്യും. നേരെ മറിച്ച് നിങ്ങൾ പൈസയ്ക്ക് വേണ്ടി മാത്രമാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ സ്ഥാപനം ബിസിനസ് മുമ്പോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടും. ഇതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഞാൻ പല ഫോറത്തിൽ പോയി സംസാരിച്ചിട്ടുണ്ട് ഇതിനെപ്പറ്റി. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ഗവൺമെൻറ്റൊക്കെ, ഏത് ഗവൺമെൻറ് ആണെങ്കിലും അല്ലെങ്കിൽ ഗവൺമെൻറ് ഒരു സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഇത് ശ്രദ്ധിക്കേണ്ടതല്ലേ എന്നൊരു സംഭവമുണ്ട്. അതായത് ഇപ്പോൾ ഈ പറയുന്ന മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കാം ഇനിയെങ്കിലും, അത് അങ്ങനെ ഒരു നിലപാടും നടപടിയും വേണ്ടതല്ലേ എന്ന് തോന്നുന്നില്ലേ? തീർച്ചയായിട്ടും അത് ഗവൺമെൻറ്, എല്ലാവിധ ഗവൺമെൻറ്റുകളും അത് ആക്ഷൻ എടുക്കണം. കാര്യം നമ്മുടെ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തിക്ലി പോപ്പുലേറ്റഡ് ഡെൻസിറ്റി ഉള്ള ഒരു സ്ഥലമാണ്. നമ്മളിപ്പോൾ വേറെ ഇപ്പോൾ തമിഴ്നാട് പോയാലോ ആന്ധ്ര പോയാലോ കർണാടക പോയാലോ ഒത്തിരി ദൂരം കഴിഞ്ഞാൽ ഒരു സിറ്റി വരും. ആ സിറ്റി ഒത്തിരി പോപ്പുലേറ്റഡ് ആയിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ്ലി ഡെസേർട്ടാണ്, ഒരു മനുഷ്യനില്ല, ഫുള്ള് ഒരു ആൾക്കാരും ഇല്ല. പക്ഷെ കേരളം അങ്ങനെയല്ല. നോർത്ത് മുതൽ സൗത്ത് വരെ ഫുള്ളി ഒരു വൺ ബിഗ് സിറ്റിയാണ് കേരളം. നമുക്ക് നമ്മുടെ ഒരു സൈഡിൽ നമുക്ക് അറേബ്യൻ സീ ആണ്, മറ്റേ സൈഡിൽ നമുക്ക് പർവ്വതമാണ്. അപ്പോൾ ഇതിനിടയിൽ കിടക്കുന്ന ഒരു ലാൻഡ് ലോക്ക് ആയിട്ടുള്ള ഒരു ഏരിയയാണ് കേരളം. സോ വളരെ ഒരു കൊച്ചു സ്ഥലമാണ് നമ്മുടെ കേരളം. ആൻഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഗോഡ്സ് ഓൺ കൺട്രി. ദൈവം അനുഗ്രഹിച്ചുണ്ടാക്കി തന്നിരിക്കുന്ന ഒത്തിരി നല്ല ഉള്ള ഒരു സ്ഥലമാണ് കേരളം. പുഴകളും മലകളും കടലും കായലും ഒക്കെ ചേർന്ന്, പച്ചപ്പും ഒക്കെ ചേർന്ന് ഇങ്ങനൊരു സ്ഥലം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ആക്ച്വലി നമ്മളിതിനെ സംരക്ഷിച്ചുകൊണ്ട് ഈ റീജിയൻ, ഈ സ്ഥലത്തിന് ഉതകുന്ന രീതിയിലുള്ള ബിസിനസ് പോകണം. ഞാൻ ഒരു എൻജിനീയറാണെന്ന് പറഞ്ഞു. ഒരു എൻജിനീയർ എന്നുള്ള നിലയിൽ എനിക്ക് വേണമെങ്കിൽ ഒരു കെമിക്കൽ കമ്പനി തുടങ്ങാം, ഇല്ലെങ്കിൽ ഒരു ഫെർട്ടിലൈസർ കമ്പനി തുടങ്ങാം. ഓക്കെ, ഇല്ലെങ്കിൽ ഏതെങ്കിലും നമുക്കൊരു സ്ഥാപനം അതിന് കൂടുതൽ വെള്ളം യൂസ് ചെയ്യുന്ന, ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ നമുക്കറിയാമല്ലോ, ഇന്ന് പാലക്കാട് മാതിരിയുള്ള സ്ഥലങ്ങളിലൊക്കെ വെള്ളം കിട്ടാൻ ഓൾറെഡി ഷോർട്ടേജാണ്. അപ്പോൾ അവിടെ വളരെ ഡീപ്പായിട്ട് പോയി ആ വെള്ളം എടുത്ത് അങ്ങനെ യൂസ് ചെയ്യുന്ന പല സ്ഥാപനങ്ങൾ വന്നു. അതിനിടയിൽ ജനങ്ങൾ പ്രതിരോധിച്ചു. അത് ആ ജനങ്ങളോട് ചെയ്യുന്ന തെറ്റല്ലേ? നമ്മൾ ആ രീതിയിൽ പോകാതെ നമ്മുടെ ഈ കേരളത്തിന് എന്ത് ഉതകും എന്ന് നോക്കി അതനുസരിച്ച് ചെയ്യുന്നതല്ലേ കറക്റ്റ്. ഒരു സമൂഹത്തോട് ചേർന്ന് നിന്ന്, ആ എൻവയോൺമെൻറ്റിനോട് ചേർന്ന് നിന്ന് ആ കമ്മ്യൂണിറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്ത് ചെയ്യുന്നതാണ് ഒരു ബിസിനസ് എന്നാണ് ഞാൻ കരുതുന്നത്. അതിൽ വിശ്വസിക്കുന്നത്. എങ്ങനെ ഇത് ചേർന്ന് പോകുന്നുള്ളതാണ്. അതായത് ഒരു ബിസിനസ് ഒരു മൈൻഡ് ഉണ്ട് എപ്പോഴും. ഒരു ബിസിനസ് എപ്പോഴും ഒരു പ്രോഫിറ്റിനെയും കൂടെ ബേസ് ചെയ്തിട്ടാണല്ലോ, ലക്ഷ്യം അത് തന്നെയാണല്ലോ. ഒപ്പം നമ്മൾ ഈ പ്രകൃതി, ഇത് രണ്ടും കൂടി ചേർന്ന് പോകുക എന്നുള്ളതാണ്. അത്രത്തോളം സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു മലയിടിച്ചിട്ട് ഒരു റിസോർട്ട് കിട്ടുമ്പം കോസ്റ്റ് കൂടും, അത്രയും പൈസ കൂടും, ലാഭം ചിലപ്പോൾ കുറയും. ഇതൊക്കെ ഈ മനുഷ്യനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു മനസ്സൊക്കെ ഈ കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ, അല്ലെങ്കിൽ കരുണ എന്നൊക്കെ പറയുന്ന മാനുഷികതയ്ക്കൊക്കെ എങ്ങനെ ഒരു ഇത് ഉണ്ടായി എന്നുള്ളതാണ് ഈ മനസ്സിൽ. അതെങ്ങനെ ഒരു പശ്ചാത്തലം നമുക്ക് എപ്പോഴും ഒരു കാരണമാവും. ചിലപ്പോൾ നമ്മൾ ജീവിച്ച പശ്ചാത്തലം, നമ്മുടെ ചുറ്റുപാട്, അതൊക്കെ തന്നെയായിരുന്നു ഇങ്ങനെ ഒരു ചിന്തയ്ക്ക് പ്രേരണ. ഞാൻ പറഞ്ഞു വന്നത്, ഞാനൊരു ബാക്ക്വേർഡ് ജില്ലയിൽ നിന്ന് വന്ന ആളാണ്. ഇടുക്കി ജില്ലയിലുള്ള ഒരു ചെറിയ സ്കൂളിൽ നിന്ന് പഠിച്ച് ഒരു ചെറിയ പട്ടണമാണ് തൊടുപുഴ. അവിടുന്ന് വന്ന ആളാണ്. ഭാഗ്യം കൊണ്ട്, ഞാൻ അങ്ങനെ പറയുള്ളൂ, ഭാഗ്യം കൊണ്ട് നമുക്ക് അന്ന് മെറിറ്റിൽ ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജ് കിട്ടി. അന്ന് നല്ല റാങ്ക് ഉള്ളതുകൊണ്ടാണ് ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജ് കിട്ടില്ല. അന്നും ഇന്നും 500 റാങ്കിനകത്ത് കിട്ടിയില്ലെങ്കിൽ ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിൽ കിട്ടില്ല. പിന്നെ അന്ന് ഒരു ക്യാപിറ്റേഷനൊക്കെ കൊടുത്ത് ഏതെങ്കിലും ഒരു പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ വീട്ടിൽ വിടുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ അന്ന് വേറെ എന്തെങ്കിലും കോഴ്സിന് ചേർന്നേനെ. ഭാഗ്യത്തിന് എഞ്ചിനീയറിങ്ങിന് കിട്ടി. എഞ്ചിനീയറിംഗ് കിട്ടിയത് മാത്രമല്ല, നമ്മൾ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് മാതിരി സ്ഥലത്ത് ഫീസ് വളരെ കുറവായിരുന്നു. ആ ഫീസ് ഞാൻ കൊടുത്തിട്ടില്ല. എനിക്ക് മെറിറ്റ് സ്കോളർഷിപ്പ് കിട്ടി. ആ ചെറിയ ഫീസും ഗവൺമെന്റാണ് കൊടുത്തത്. ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? പബ്ലിക്കിന്റെ പൈസയാണ്. ഞാനാണ്, അതായത് ഈ ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളുടെ ടാക്സ് കൊണ്ട് പഠിച്ച ഒരാളാണ് ഞാനെന്ന് ഒരു ബോധം എനിക്കുണ്ട്, എപ്പോഴും ഉണ്ട്. ഞാൻ അത് കഴിഞ്ഞ് 10-35 വർഷം വിദേശത്തൊക്കെ പോയി പല പല രാജ്യങ്ങളെന്ന് പറഞ്ഞില്ലേ, 10-85 രാജ്യങ്ങൾ കണ്ടു. ഇതൊക്കെ കണ്ടെങ്കിൽ ഇതിനൊക്കെ കാരണം ഇവിടുത്തെ ജനങ്ങളുടെ ടാക്സ് മണിയല്ലേ, അവരുടെ രക്തവും വിയർപ്പും ഉണ്ടാക്കിയ പൈസ, അതിലൊരു പങ്ക് പറ്റിയല്ലേ ഞാൻ പഠിച്ചത്. അപ്പോൾ തിരിച്ച് എന്തെങ്കിലും നാട്ടിൽ ചെയ്യുമ്പോൾ അവരെ ഉപദ്രവിക്കാതെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായി. അങ്ങനെയാണ് ഞാൻ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടും സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആയിട്ടും ചെയ്യുന്ന ബിസിനസ്സിനെ പറ്റി പല ഫോറത്തിലും ഞാൻ പോയി ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്.
പൈസ ഉണ്ടാക്കുന്നത് മാത്രമായിരിക്കരുത് ഒരു ബിസിനസ്സുകാരൻ്റെ നോട്ടം. മറിച്ച് ആ സമൂഹത്തിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ബിസിനസ് വളരും, നമുക്ക് എല്ലാവരുമായിട്ട് ചേർന്ന് മുമ്പോട്ട് പോകാൻ സാധിക്കും. ഇന്നത്തെ ഈ പറയുന്ന വിദേശത്തൊരു ജോലി അല്ലെങ്കിൽ അവിടെ ചെന്ന് അന്ന് കുറച്ച് പേര് അങ്ങടക്കമുള്ള കുറച്ച് പേര് അങ്ങനെ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു സ്വന്തമായിട്ടൊരു ഉറവിടം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇന്നത് സാധ്യമാണോ? അവിടെ ഒരു വിദേശത്തൊരു ജോലിക്ക് പോയിട്ട് അവിടെ എന്തെങ്കിലും ഒരു ബിസിനസ് രംഗത്തേക്ക് ഒരു ഉയർന്നു വരാനുള്ള ഒരു സാഹചര്യം ഇന്ന് അവിടെ ഉണ്ടോ? അതല്ലെങ്കിൽ ഒരു അപ്രാപ്യമായിട്ടുള്ള ഒരു അവസ്ഥയാണോ? അതെങ്ങനെയാണ് തോന്നുന്നത്? നമ്മൾ പല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു 10-20 വർഷം മുമ്പ്, നമ്മുടെ 20-30 വർഷങ്ങൾക്ക് മുമ്പ് മലയാളികൾ എപ്പോഴും മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് പല രാജ്യങ്ങളിലോട്ടും. അമേരിക്കയിലോട്ടാണെങ്കിലും യൂറോപ്പിലോട്ടാണെങ്കിലും ഗൾഫ് നാടുകളിലോട്ടാണെങ്കിലും ഒക്കെ മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു സർവീസ് ചെയ്യുക എന്നുള്ളതാണ്, ഒരു ജോബ് ചെയ്യുക എന്നുള്ള മാത്രമായിരുന്നു. ഓക്കെ, അതൊരു വലിയ വ്യത്യാസം വന്നിട്ടുണ്ട്. മലയാളി ഇന്ന് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് എന്ന് തന്നെ പറയാം, മലയാളികൾ ഇന്ന് ബിസിനസ് രംഗത്തോട്ട് വളരെ ശക്തമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ വളരെ റീസെൻ്റായിട്ട് ഫോബ്സ് മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞൊരെണ്ണം പബ്ലിഷ് ചെയ്തു. അതിലവർ ഏറ്റവും ധനികരായ 5 ബിസിനസ്സുകാരുടെ പേര് എടുത്തു. അതിൽ 5 പേരിൽ 4 പേര് മലയാളികളാണ്. യൂസഫ് അലി, രവി പിള്ളൈ, ആസാദ് മൂപ്പൻ, സണ്ണി വർക്കി, പിന്നെ ഒരു 5ാമത് ഏതോ ഒരു നോർത്ത് ഇന്ത്യക്കാരൻ. ഞാൻ പറഞ്ഞു വന്നത്, മലയാളികൾ ബിസിനസ്സിലോട്ട് പോകുക എന്നുള്ളത് പണ്ടൊരു ട്രെൻഡ് ഉണ്ടായിരുന്നു. നമ്മൾ പോണതെല്ലാം ജോബിന് വേണ്ടി, സർവീസിന് വേണ്ടിയിട്ടാണ്. അവർ പോവുക, അവിടെ കഷ്ടപ്പെടുക, കുറച്ച് പൈസ ഉണ്ടാക്കുക, തിരിച്ചു വരിക, സെറ്റിൽ ചെയ്യുക. അത് മാറി വലിയൊരു ട്രെൻഡാണെന്ന് നടക്കുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ ഗൾഫ് മേഖലകളിൽ ഇൻവെസ്റ്റ് ചെയ്യണത്, നമ്മൾ അന്ന് പണ്ട് പൈസ അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നെങ്കിൽ ഇന്ന് നമ്മളവിടെ ധാരാളം ഇൻവെസ്റ്റ് ചെയ്യുന്ന മലയാളികളുണ്ട്. ഓക്കെ, വളരെയധികം ബിസിനസ് ഫ്രണ്ട്ലിയാണ്, വളരെ സിമ്പിളാണ് അവിടെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ UAE-ലാണ്, ഞാൻ ഇത്രയും വർഷമായിട്ട് UAE-ൽ വർക്ക് ചെയ്യണം. അവിടെ ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങണമെങ്കിൽ വളരെ എളുപ്പമാണ്. ഗവൺമെൻറ്റിൻ്റെ ഫുൾ സപ്പോർട്ടുണ്ട്. അതിൻ്റെ ഫീസസ് വളരെ സിമ്പിളാണ്. അതിൻ്റെ എന്താ പറയുക, ഫോർമാലിറ്റീസ് വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് ഒരു കമ്പനി ആക്ച്വലി ഫോം ചെയ്യാൻ പറ്റും. അതാണ്, അത്ര എളുപ്പമാണ്. ഒരു ദിവസം വേണ്ട, ഇതിന് മണിക്കൂറുകൾക്കുള്ളിൽ നിങ്ങൾക്ക് ഒരു കമ്പനി ഫോം ചെയ്യാൻ പറ്റും. അത്ര ഫ്രണ്ട്ലി എന്ന് പറയുന്നത് അത് നമ്മുടെ നാട്ടിൽ എപ്പോഴും ഒരു വിമർശനം കിടക്കുന്നത് നമ്മുടെ നാടിനെ കുറിച്ചാണ്. ഇവിടെ ഒരു വ്യവസായ സൗഹൃദം അല്ല, ഇപ്പം അത് മാറി വരുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. അവിടെ കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇനിയൊരു പ്രതീക്ഷ ഉണ്ടോ? നമ്മുടെ ഇവിടെ ഒരു വളരെ ബുദ്ധിമുട്ടാണ് ഒരു ബിസിനസ് വേര് പിടിപ്പിച്ച് കൊണ്ടുവരാനായിട്ട് ബുദ്ധിമുട്ടാണ്, അങ്ങനെ തോന്നുന്നുണ്ടോ? ഇല്ല, വ്യത്യാസം വരുന്നുണ്ട് തീർച്ചയായിട്ടും. നമ്മുടെ കേരളം പുരോഗമിക്കുകയാണെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. പണ്ട് എന്തായിരുന്നു കേരളം, ഇന്ന് എന്തായിരുന്നു കേരളം, വളരെയധികം വ്യത്യാസമുണ്ട്, സംശയമില്ലാത്ത. ഞാനതിന് പൊളിറ്റിക്കലായിട്ട് നോക്കില്ല, ഞാൻ പറയുന്നില്ല. മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ എല്ലാവരും തന്നെ കേരളത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, കേരളത്തിനും പുരോഗതിക്ക് വേണ്ടിയിട്ട് പലതും ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ആരോഗ്യ മേഖലയിൽ, നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ കേരളം വളരെയധികം പുരോഗമിച്ച സ്ഥലമാണ്. പക്ഷെ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമ്മൾ എല്ലാം തികഞ്ഞു എന്ന് ഞാൻ പറയില്ല, ഇനിയും നമുക്ക് ചെയ്യാനുണ്ട്. പക്ഷേ കേരളം മുന്നോട്ട് കുതിക്കുകയാണ്, അത് സംശയമില്ലാത്ത കാര്യം. നേരത്തെ പറഞ്ഞത് വിദേശത്ത് ഒരു കണക്കെടുത്തപ്പോൾ ഏറ്റവും മികച്ച, ഏറ്റവും സമ്പന്നരായിട്ടുള്ള അല്ലെങ്കിൽ മലയാളികളാണ്. 5 പേരിൽ 4 പേരും മലയാളികളാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്ന അങ്ങയിലേക്കാണ് വരുന്നത്. ഈ പറയുന്ന പോലെ ഒരു സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്നുണ്ട്. അതായത് മുന്നിലേക്ക് എൻ്റെ ഒരു ബിസിനസ് എത്രത്തോളം കൊണ്ടുവരണം, അതിലേക്ക് ഞാൻ എന്ന് പറയുന്ന വ്യക്തി എവിടുന്ന് തുടങ്ങി ഇന്ന് ഇത്രയും ഒരു ഗ്രാഫ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇതിലും മുകളിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു പരിശ്രമം, അതൊരു ഉറക്കം കെടുത്തുന്ന തരത്തിലേക്കൊക്കെ പോകുന്ന രീതിയിൽ ഒരുപാട് ചിന്തിക്കുകയും അത്തരം ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. അത് വളരെ കൂളായിട്ടാണ് ഈ ഒരു ബിസിനസ്. കാരണം ബിസിനസ് തന്നെ, ഏത് ബിസിനസ് ആണെങ്കിലും ഉറക്കം ഉണ്ടാവാൻ സാധ്യത കുറവാണെന്ന് കേട്ടിട്ടുണ്ട്. ഒരുപാട് ചിന്തകളും ഒരുപാട് പേരെ ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ട്. ഇതെങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത്? അപ്പോൾ അത്തരം ഒരു അവസ്ഥയൊക്കെ എങ്ങനെയാണ്? ഞാൻ അതിന് പറയുന്ന ആൻസർ ആദ്യം പറഞ്ഞു തന്നെയാണ്. അതായത്, നിങ്ങളൊരു ബിസിനസ് പൈസ ഉണ്ടാക്കാനാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളിത് ചെയ്യും. നിങ്ങൾക്ക് ഉറക്കം വരില്ല, എങ്ങനെ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നുള്ള ഒരു ചിന്താഗതി മാത്രമേ ഉള്ളൂ. നേരെ മറിച്ച് നിങ്ങൾ ആ സമൂഹമായിട്ട് ചേർന്നിണങ്ങി മുമ്പോട്ട് പോവുകയാണെങ്കിൽ ആ ടെൻഷനും സ്ട്രെസ്സും ഒന്നും ഉണ്ടാവില്ല. വളരെ സിമ്പിളാണ്. നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഇവിടെ വന്ന് ഭയങ്കര കോടീശ്വരനായിട്ട് അവിടെ വെട്ടിപ്പിടിക്കാനും വലിയ ആവാനായിട്ടല്ല. നേരെ മറിച്ച് നമ്മൾ ആ ഒരു സമൂഹമായിട്ട് ചേർന്നിണങ്ങി മുമ്പോട്ട് പോകാനാണ്. ബിസിനസ്സിൽ
പൈസ ഉണ്ടാക്കില്ല എന്ന് ഞാൻ പറയണില്ല. പ്രോഫിറ്റ് ഉണ്ടാക്കാനാണ് തന്നെയാണ് ബിസിനസ്. അല്ലാതെ നിലനിൽപ്പ് വേണം. മുമ്പോട്ട് പോകാൻ പറ്റില്ല. പക്ഷെ അത് മാത്രമായിരിക്കരുത്. നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കുക മാത്രം ആയിട്ട് വരുമ്പോഴാണ് ഈ പറഞ്ഞ സ്ട്രെസ്സുകൾ നമുക്ക് ജീവിതത്തിൽ വരിക. നമുക്ക് എന്ത് ചെയ്തും നമുക്ക് ഇനി പ്രോഫിറ്റ് ഉണ്ടാക്കണം, എനിക്കിപ്പോൾ ഇന്ന് 100 കിട്ടി, നാളെ 200 വേണം, അല്ലെങ്കിൽ മറ്റന്നാൾ 1000 വേണം എന്ന ആ ഒരു ചിന്ത വരുവാണെങ്കിൽ ഗ്രോ ചെയ്യണം. ഗ്രോ ചെയ്യാൻ പാടില്ലെന്നല്ല പറയണത്. പക്ഷെ അതോടൊപ്പം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ 2-3 കാര്യങ്ങൾ നോക്കുക. നമ്മൾ ചെയ്യുന്നത് കറക്റ്റാണോ? ആർ വി ഡൂയിങ് ദ റൈറ്റ് തിങ്? ഇന്ന് നമുക്ക് തെറ്റ് ചെയ്തും ബിസിനസ് ചെയ്യാം അല്ലേ? ഇന്ന് നമുക്ക് നമ്മുടെ കുട്ടികളുണ്ട്, നമുക്കിവിടെ വളർന്നു വരുന്ന കുട്ടികളുണ്ട്. അവരെ ഒരു മോശമായിട്ടുള്ള ഒരു ഡയറക്ഷനിലോട്ട് നമ്മൾ തിരിച്ചു വിടുന്ന രീതിയിൽ ബിസിനസ് നമുക്ക് ചെയ്യാൻ പറ്റില്ലേ? അങ്ങനെയും പൈസ ഉണ്ടാക്കാം അല്ലേ? അപ്പം നമ്മൾ ചെയ്ത് കൂടുതൽ പൈസ ഉണ്ടാക്കാം. അങ്ങനെ ചെയ്ത് ഒരു സമൂഹത്തിന് നശിപ്പിക്കുന്നതാണോ നല്ലത്? അങ്ങനെയുള്ളവർക്ക് ഉറക്കം ഉണ്ടാവില്ല. നേരെ മറിച്ച് നിങ്ങളൊരു നല്ല കാര്യമാണ് ചെയ്തു വെച്ചോ. ഒരു ഏരിയയിൽ കുറച്ച് പേർക്ക് ജോലി കൊടുക്കാനുള്ളൊരു ഇതാണ്, അവർക്കിതുകൊണ്ട് അവരുടെ ഒരു ഇതാണ്. തീർച്ചയായിട്ടും അവിടുത്തെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യും. മലയാളികൾ പ്രബുദ്ധരാണ് തീർച്ചയായിട്ടും. ഞാൻ എല്ലാത്തിനെയും ഒരു നെഗറ്റീവായിട്ടോ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടോ അല്ല കാണുന്നത്. നമ്മൾ ന്യൂട്രലായിട്ട് തന്നെ കണ്ട് പ്രശ്നങ്ങളെ നമ്മൾ തീർച്ചയായിട്ടും അതിന് നോക്കുക. പ്രശ്നങ്ങളെ നമ്മൾ അത് സോൾവ് ചെയ്യാൻ നോക്കുക നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. പക്ഷേ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ബിസിനസ് ചെയ്യുക എന്നുള്ളത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകുമ്പോഴാണ് നമുക്ക് പ്രശ്നം. ഇത് തന്നെയാണ് ഇപ്പോൾ ഒരു സീറോയിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യണം എന്ന എന്തെങ്കിലും ചെയ്യണം എന്ന് മാത്രം അറിയുന്ന ഒരു വ്യക്തി സീറോയിൽ ഒരു ബിസിനസ് തുടങ്ങണം, എന്തെങ്കിലും അങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിയോട് ഇത് തന്നെയാണ് പറയാനുള്ളത്. അതായത് എങ്ങനെയാണ് തുടങ്ങേണ്ടത്, ഒരു ബിസിനസ് തുടങ്ങുമ്പം ഞാൻ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്, എന്തൊക്കെ പാലിക്കണം, അത് ചിലപ്പോൾ പൈസ ഉണ്ടായിരിക്കില്ല കയ്യിൽ, അതിനുള്ള സാധ്യതകളാണ്. അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു വ്യക്തിയോട് ഒരു ഉപദേശമാണ് കൊടുക്കാൻ, അല്ലെങ്കിൽ എന്തൊരു മാർഗം, ഒരു വഴി തെളിച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞാൽ, ഒരു മാർഗം പറഞ്ഞു കൊടുക്കൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും കൊടുക്കാം? ഞാൻ പറഞ്ഞത് എപ്പോഴും ഒരു ഡ്രീം ഉണ്ടെങ്കിൽ അത് വെക്കണം. അത് ഡ്രീം കൊണ്ട് മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു വ്യക്തി ഇപ്പോൾ പറഞ്ഞ മതി സീറോയിൽ നിൽക്കുവാണ്, അതിന് ഗ്രോ ചെയ്യാൻ ആഗ്രഹമുണ്ട്, തീർച്ചയായിട്ടും അത് ഡ്രീം ചെയ്യണം. അത് വർക്കാവും ആക്ച്വലി. അപ്പോൾ ഇന്ന് സീറോയിലായിരിക്കാം, പക്ഷേ അവൻ്റെ ആഗ്രഹം അത് ഇപ്പോൾ ഒരു കുറച്ച് ആൾക്കാർ, ഇല്ല വേറെ ഒരു കൂട്ടുകാരൻ, ഇല്ലെങ്കിൽ ഒരു കൂട്ടുകാരി, ഇല്ലെങ്കിൽ അറിയുന്ന ഒരാൾ, അവർ ഇതിൽ ചിലപ്പോൾ മുതൽ മുടക്കാൻ മുമ്പോട്ട് വന്നേക്കാം. അപ്പോൾ അവരോട് പറയുക, ഞാൻ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്. അതാണ് ഞാൻ പറയണത്. എപ്പോഴും നിങ്ങൾ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ, ഒരു നല്ലൊരു ഇതായിട്ട് ഒരു ബിസിനസ് ചെയ്ത് മുമ്പോട്ട് പോകാനാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഒരു സപ്പോർട്ട് കിട്ടും. ഈ സ്റ്റാർട്ടപ്പൊക്കെ നമ്മൾ ഇന്ന് കാണുന്ന സ്റ്റാർട്ടപ്പ് കമ്പനികളൊക്കെ എങ്ങനെയാണ്, ഈ ഐഡിയാസ് ഈ പറഞ്ഞ ആൾക്കാർ സീറോയിലാണ് കൊണ്ടുവരുന്നത്. അവരുടെ കയ്യിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പൈസ ഇല്ല, പക്ഷേ അവരുടെ കയ്യിൽ ബ്രില്യൻ്റ് ഐഡിയാസ് ഉണ്ട്. എന്തുമാത്രം സ്റ്റാർട്ടപ്സ് ആണ് ഇന്ന് സക്സസ് ആയിരിക്കണം ഇന്ത്യയിൽ. എത്ര 1-2 അല്ല, thousands and thousands ഓഫ് സ്റ്റാർട്ടപ്സ് ആണ് ഇന്ന് സക്സസ്ഫുൾ ആയിരിക്കുന്നത്. ഇന്ന് നമ്മുടെ IT പാർക്ക് ഇവിടെ ഉണ്ടല്ലോ, എത്രയോ കമ്പനികൾ സ്റ്റാർട്ടപ്പായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അവരെല്ലാം ഇന്ന് വളരെ പ്രോഫിറ്റബിളായിട്ട് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഒരു ഡ്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു പുതിയ ഒരു സംരംഭകനാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ ആഗ്രഹം അത് കൈവിടരുത്. തീർച്ചയായിട്ടും അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അതിനുള്ള പല സിസ്റ്റംസ് ഇന്നുണ്ട്. ഇന്ന് ചില ബാങ്ക്സ്, നമുക്ക് നല്ലൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബാങ്ക് സപ്പോർട്ട് കിട്ടും. ഇല്ലെങ്കിൽ പല ഗവൺമെൻറ് ഏജൻസീസ് ഇതിന് മുമ്പോട്ട് വരുന്നുണ്ട്, ഇപ്പോൾ പല ഇതിലും. അപ്പോൾ അവരുമായിട്ട് അപ്രോച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്രോജക്റ്റ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് നമുക്ക് മുമ്പോട്ട് പോകാൻ ഒരു കിട്ടും. ഇപ്പോൾ ഇനി ഇല്ല, അവർ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ വളരെയധികം ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവരുണ്ട്, പക്ഷേ ഐഡിയ ഇല്ലാത്തവരുണ്ടാവും. അപ്പോൾ സ്റ്റാർട്ടപ്പ് ചെയ്ത് പോവുക എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഒരു പെട്ടിക്കടയിൽ തുടങ്ങി അങ്ങ് ഏറ്റവും നിൽക്കുന്ന ഏതെങ്കിലും ഒരു ഹൈടെക് ബിസിനസ് ആയിക്കോട്ടെ, പരാജയപ്പെട്ടു പോകുന്നുവെങ്കിൽ അത് എന്തിൻ്റെയൊക്കെ കുഴപ്പങ്ങളുണ്ടായിരിക്കും? അടിസ്ഥാനപരമായിട്ട് പ്രധാനമായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം? മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഈ പ്ലാനിങ്. നിങ്ങൾ എന്ത് ചെയ്താലും, പെട്ടിക്കട ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻ്റ് ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് ഷോപ്പ് ആയിക്കോട്ടെ, എന്ത് കട ആയിക്കോട്ടെ, ഒരു റെസ്റ്റോറൻ്റ് ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലും അതിൽ നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഒരു പെട്ടിക്കടയാണെങ്കിൽ അവിടുന്ന് കൊടുക്കുന്ന ഉൽപ്പന്നങ്ങൾ ആത്മാർത്ഥമായിട്ട് മായം ചേർക്കാതെ നല്ല രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ കസ്റ്റമർ വരും. നേരെ മറിച്ച് നിങ്ങളതിൽ മായം ചേർത്ത് കൂടുതൽ പൈസ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അല്ലേ?
നമുക്ക് മായം ചേർത്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഷുഗറിന് പകരം വേറെ എന്തെങ്കിലും ചേർത്ത് കഴിഞ്ഞാൽ പൈസ കിട്ടും. അപ്പം ഇതുകൊണ്ട് ഹെൽത്ത് എഫക്റ്റ് ആവുന്ന ആൾക്കാരുണ്ടാവും. അവർ തിരിച്ചു വരുമോ? അവിടെ ഒരിക്കലും വരില്ല. മറിച്ച് നിങ്ങൾക്ക് ഒരു ഷോർട്ട് ടേമിൽ കുറച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ ലോങ് ടേമിൽ വരില്ല. സോ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, നിങ്ങൾ എന്ത് ചെയ്താൽ എന്തിലാണെങ്കിലും നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് പ്രോപ്പർ പ്ലാനിങ്ങോട് ചെയ്യുക. നമുക്ക് വളരെ ക്ലാരിറ്റി ഉണ്ടാവണം. എന്താണ് എൻ്റെ ഒബ്ജക്റ്റീവ്? എൻ്റെ ഒബ്ജക്റ്റീവ് ഇത് ചെയ്യാൻ ഇത്ര വർഷം കൊണ്ട് എനിക്ക് ഇന്നതിലെത്തണം. നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് പ്ലാൻ ചെയ്യുക. ഒരു സംശയമുള്ളതാണ്. ഇപ്പോൾ സാധാരണക്കാരുടെ സംശയമാണ്. ഇപ്പോൾ പെട്രോളിൻ്റെ, ഗ്യാസിൻ്റെ വില അല്ലെങ്കിൽ അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഒരു തുടക്ക കാലഘട്ടം, ഇപ്പോൾ തോമസ് അൽവ എഡിസൻ്റെ അവിടെ ഒരു കമ്പനിയിൽ അതിൻ്റെ ഒരു ഭാഗമായിരുന്നല്ലോ ഈ പറയുന്ന ഓയിൽ ഗ്യാസ് കമ്പനിയുടെയൊക്കെ ഭാഗമായിട്ട് പ്രവർത്തിച്ച ഒരാളാണ്. നമ്മൾ ഈ പറയുന്ന വില കൂടിക്കൊണ്ടിരിക്കുന്നത് അത് ഇന്ത്യയിൽ മാത്രം സംഭവിക്കുന്നത്, എല്ലാവരുടെ സാധാരണക്കാരുടെ സംശയമാണ്. ഇവിടെ മാത്രമാണോ ഈ കൂടുന്നത് ന്യായമാണോ എന്നൊക്കെയുള്ളൊരു പൊളിറ്റിക്കലി അല്ല ഞാൻ ചോദിക്കുന്നത്, സാധാരണക്കാരൻ്റെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത് ഓയിൽ പ്രൊഡ്യൂസിങ് കൺട്രീസ് പറഞ്ഞിട്ട് ഒപെക് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ്, ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അതായത് ഇന്ന് ലോകത്തിലുള്ള ഏറ്റവും വലിയ ഓയിൽ പ്രൊഡ്യൂസിങ് കൺട്രീസ് ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്നിട്ട് ഉള്ള ഒരു ശൃംഖലയുണ്ട്. അപ്പോൾ അതിൽ നോക്കുവാണെങ്കിൽ സൗദി അറേബ്യ ഉണ്ട്, UAE ഉണ്ട്, കുവൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ വെനിസുല, അങ്ങനെ പല രാജ്യങ്ങളും ഓയിൽ പ്രൊഡ്യൂസിങ് ആയിട്ടുള്ള പല രാജ്യങ്ങൾ, ഇറാൻ, അങ്ങനെ പല ഇതുണ്ട്. ഇവരെല്ലാം ചേർന്ന് അവരാണ് ഈ ഓയിലിൻ്റെ, അമേരിക്കയുണ്ട്, അവരാണ് ഓയിലിൻ്റെ വില ഡിസൈഡ് ചെയ്യണത്. ഇത് ഇന്ത്യയിൽ ഉണ്ടാകുന്നൊരു കാര്യമല്ല ഈ ഓയിൽ പ്രൈസ് കൂടുക കുറയുക എന്നുള്ളത്. ഇത് ആഗോളതരത്തിൽ ഇൻ്റർനാഷണൽ ലെവലിൽ വരുന്നതാണ്. ഇൻ്റർനാഷണൽ ലെവലിൽ ഡോളറിന്, അതായത് ഈ ക്രൂഡ് ഓയിലിന് ഈ ബാരലിന് ഇത്ര ഡോളർ എന്ന് വെച്ച് വരും. അപ്പോൾ ഇന്ന് $100, നാളെ ചിലപ്പോൾ 101 ആവാം, ഇല്ലെങ്കിൽ മറ്റന്നാളെ 95 ആവാം. അത് ഏറ്റക്കുറച്ചിലുകൾ പല കാരണം ഉണ്ടാവാം. ഒന്ന്, ഇതിൻ്റെ അവൈലബിലിറ്റി. ഇപ്പോൾ ഈ ഓയിൽ പ്രൊഡ്യൂസിങ് കൺട്രീസ് ഏതെങ്കിലും ഇപ്പോൾ ഇന്ന് 100 ബില്യൺ ബാരൽസാണ് ഉണ്ടാക്കുന്നത്. അപ്പം നാളെ അത് 90 ബില്യൺ ബാരലായിട്ട് കുറഞ്ഞു വെച്ചു. അപ്പോൾ അവൈലബിലിറ്റി കുറഞ്ഞു. അവൈലബിലിറ്റി കുറയുമ്പോൾ പ്രൈസ് കൂടും. സോ ഇറ്റ് ഇസ് എലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയും നമ്മളെ മാനേജ്മെൻറ്റ് ഇതിൽ ടോക്കിൽ. അപ്പോൾ അതേസമയം നമ്മൾ ഈ 100 ബില്യൺ ബാരൽ ഉണ്ടാക്കുന്നിടത്ത് 110 ബില്യൺ ബാരൽ ഇവരുണ്ടാക്കി വെച്ചോ. അപ്പോൾ നമുക്ക് ഡിമാൻഡിനെക്കാട്ടിലും കൂടുതലാവും സപ്ലൈ, അപ്പോൾ പ്രൈസ് കുറയും. അപ്പോൾ സോ ഇതനുസരിച്ചിട്ടാണ് ഒന്ന് ഇതിൻ്റെ ഈ പ്രൈസ് കൂടുകയോ കുറയോ ചെയ്യേണ്ടത് ആഗോളതലത്തിൽ. പിന്നൊന്ന്, പല രാജ്യങ്ങൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇറാൻ ഒരു വലിയ ഓയിൽ പ്രൊഡ്യൂസിങ് കൺട്രിയാണ്. പക്ഷേ അവർക്ക് അമേരിക്കയുടേതായിട്ടുള്ള പ്രതിരോധങ്ങളുണ്ട് ആക്ച്വലി. അപ്പം ഇന്ന് സപ്പോസ് ഇറാൻ നമുക്ക് ഓയിൽ ഇന്ത്യക്ക് കൊടുക്കുന്നതാണെന്ന് വെച്ചോ, നമ്മൾ ഇന്ത്യ ഇറാൻ്റെ ഓയിലാണ് മേടിക്കുന്നതെന്ന് കരുതുക. അപ്പോൾ നമ്മൾ ഒരു സെർട്ടൈൻ പെർസെൻറ്റേജ് ഓഫ് ഓയിൽ ഇറാൻ്റെ കയ്യിലായിരിക്കും മേടിക്കുക. നാളെ അവിടെ ഇറാനിൽ എന്തെങ്കിലും ഒരു അരക്ഷിതാവസ്ഥ വരുവാണെങ്കിൽ നമ്മുടെ ഈ ഓയിൽ സപ്ലൈസിനെ അത് ബാധിക്കും. കാര്യം അവർക്കത് ഓയിൽ ടാങ്കറിലൂടെ കയറ്റി വേണം ഇന്ത്യയിലോട്ട് എത്തിക്കാനായിട്ട്. അത് എത്തിക്കാൻ പല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എഗെയിൻ ഷോർട്ടേജ് ഓഫ് ഓയിൽ വിൽ എഫക്റ്റ് എഗെയിൻ പ്രൈസസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? നമ്മൾ വേറെ രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ ക്രൂഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. പിന്നെ പല കാര്യങ്ങളാണ് നമ്മൾ ലോകത്തിൻ്റെ സേഫ്റ്റി, സെക്യൂരിറ്റി ഫാക്ടർ വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ആക്ച്വലി നമ്മുടെ ഇന്ത്യയിലല്ല ഇതിൻ്റെ ഡിസിഷൻ നടക്കുന്നത്, വേൾഡിൽ നടക്കുന്നതാണ്. പക്ഷെ അതിൽ ഇന്ത്യയും റിഫ്ലക്റ്റ് ആവും. കാര്യം ഇന്ത്യ ഒരു ഓയിൽ പ്രൊഡ്യൂസിങ് കൺട്രി അല്ല. നമുക്ക് വേണ്ടുന്ന ഓയിലിൻ്റെ ഒരു വളരെ തുച്ഛമായ ഒരു ശതമാനം ഓയിൽ മാത്രമേ ഇന്ന് ഇന്ത്യയിൽ ഉണ്ടാക്കുന്നുള്ളൂ. നമുക്ക് ഗോദാവരി ബേസ് എന്നൊക്കെ പറഞ്ഞിട്ട്, അതുപോലെ തന്നെ ONGC, വളരെ ചെറിയ രീതിയിൽ മാത്രമേ നമ്മൾ ഓയിൽ റിഗ്സ് ഉള്ളൂ, ഓയിൽ ഇവിടെ ഉണ്ടാക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ 80% അതിന് മുകളിൽ ക്രൂഡ് ഓയിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യാണ്. അപ്പം വെളിയിലത്തെ ഓയിലിൻ്റെ പ്രൈസ് കൂടുമ്പോൾ അത് നമ്മുടെ ഓയിൽ പ്രൈസസിനെ ബാധിക്കും. നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു വയനാട് ഒരു ബിസിനസ് ഈ റിസോർട്ടിൻ്റെ തുടങ്ങി പ്രകൃതിയൊക്കെ സേവ് ചെയ്തുകൊണ്ട് തന്നെ അതിന് പരിക്ക് ഏൽപ്പിക്കാതെ തന്നെയാണ് ചെയ്തു പോകുന്നത്. ഒരു ബിസിനസ് തുടങ്ങി നേരിടുമ്പോൾ ഒരു നിയമപരമായ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ നമ്മൾ നിരന്തരം ED റെയ്ഡ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഒരു സ്ഥലത്ത്. നമ്മൾ എവിടെയൊക്കെയാണ് നമ്മളൊരു ബിസിനസ് മാൻ അല്ല ഒരു ബിസിനസ് സംരംഭകർ ഒരു പേടിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ അങ്ങനെയോട് സംസാരിക്കുമ്പോൾ വളരെ വ്യക്തതയുണ്ട് അതിൽ. കാരണം പൈസയുടെ പിന്നാലെ അല്ല ഓടുന്നത് എന്ന് സൂചിപ്പിച്ച് പോവുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ മനുഷ്യരെ കൂടെ കണ്ടുകൊണ്ട് പോകണം. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് നമുക്കിത് കേൾക്കുന്നവർക്കോ എനിക്കൊക്കെ തോന്നുന്ന കാര്യം നേരെ ഒരു സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു പോക്കാണെന്നാണ്. അല്ലാത്തൊരു മേഖലയും നടക്കുന്നുണ്ട്.
ഇപ്പൊ ഇന്നത്തെ ഒരു അവസ്ഥ, പ്രത്യേകിച്ച് ഈ ചോദ്യത്തിന് ഇന്നത്തെ ദിവസത്തിന് പ്രാധാന്യമുണ്ട്. ഇപ്പോൾ ഒരു കുറച്ച് മുമ്പുള്ള വാർത്ത എന്ന് പറയുന്നത് CJ റോയ് എന്ന് പറയുന്ന കോൺഫറൻസ് ഗ്രൂപ്പിന്റെ ഒരു വലിയൊരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തിരിക്കുന്ന ഒരു സംഭവമുണ്ട്. അത് ഞെട്ടിപ്പോകുന്നൊരു സാധനമാണ്. ആ ഞെട്ടൽ ഈ ബിസിനസ് മേഖല ഒന്നാകെ ചിലപ്പോൾ ഞെട്ടിച്ചിട്ടുണ്ടാകും സ്വാഭാവികമായിട്ടും. അത് എന്തൊക്കെയാണെന്നുള്ള ഈ മീഡിയയോ അല്ലെങ്കിലൊക്കെ പല വ്യാഖ്യാനങ്ങളോ അല്ലെങ്കിലൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ എന്തിനത് ചെയ്തു എന്നൊക്കെ ഉള്ളത്, അത് വേറൊരു സൈഡ്. അല്ലെങ്കിൽ നമ്മൾ നേരെയാണ് നിൽക്കുന്നെങ്കിൽ അത് വേണോ എന്നൊക്കെയുള്ളൊരു പലതും സംസാരം ഉണ്ടാവും. അല്ലെങ്കിൽ നിയമത്തിൻ്റെ ഒരു പിന്നെ ഭീഷണി അങ്ങനെ ഉണ്ടാവും. ഞാൻ ഇതും കൂടി ചേർത്ത് വെച്ചിട്ടാണ് ചോദിക്കുന്നത്. നമ്മൾ എങ്ങനെയാവണം ഒരു ബിസിനസ് നടത്തുന്ന അല്ലെങ്കിൽ ഒരു തൊഴിൽ സ്ഥാപനം നടത്തുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സ്ഥാപനം എങ്ങനെയാണ് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്? ഇന്നത്തെ ഈ വിഷയം കൂടി ഞാൻ ഫോക്കസ് ചെയ്തിട്ടാണ് ചോദിക്കുന്നത്. എന്താണ് പറയാനുള്ളത്? ഇത് കേട്ടപ്പോൾ എന്ത് തോന്നി എന്നൊക്കെയുള്ളൊരു. ആദ്യമായിട്ട് അത് ഞാനും ഈ ന്യൂസ് കേട്ടു. വളരെയധികം സങ്കടമുണ്ട്. ഒരു നല്ലൊരു ബിസിനസ്സുകാരൻ ഇങ്ങനെ അദ്ദേഹത്തിനായതിൽ ആദ്യമായിട്ട് വളരെയധികം മനസ്സിന് വിഷമമുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. നമ്മളത് സ്പെക്കുലേറ്റ് ചെയ്ത് ഞാൻ കൂടുതൽ എന്ത് പറ്റി, എന്തുകൊണ്ടാവാം, അതൊക്കെ നമ്മൾ പറയാൻ പറ്റില്ല. കാര്യം പല കാര്യങ്ങളുണ്ടാവാം. ഓക്കെ, നമ്മൾ അതുകൊണ്ട് ഞാൻ അതിലോട്ട് പോകുന്നില്ല. നേരെ മറിച്ച് ഞാൻ അങ്ങ് ചോദിച്ച ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ആൻസർ പറയാം. നമ്മൾ എന്തിനു പേടിക്കണം? നമ്മൾ തെറ്റ് ചെയ്താൽ പേടിക്കണം. നമ്മൾ തെറ്റ് ചെയ്തില്ലെങ്കിൽ എന്തിനു പേടിക്കണം? നമ്മൾ ഒരു ബിസിനസ് ചെയ്താൽ നമ്മളത് ഗവൺമെൻറ് കൊടുക്കുന്ന ടാക്സസ് ഉണ്ട്. ആ ടാക്സസ് കറക്റ്റായിട്ട് കൊടുക്കുക. ഗവൺമെൻറ്റിനെ പറ്റിച്ചു കഴിഞ്ഞാൽ, ഞാൻ 100 രൂപയുടെ ബിസിനസ് ചെയ്തു, അതിൽ 30% ഗവൺമെൻറ് ടാക്സ് എന്ന് വയ്ക്കുക. ഞാൻ ഇത് പറയുകയാണ്. ഞാനത് 30% കൊടുക്കാതെ ഈ 100 എന്നുള്ളത് കുറച്ച് കാണിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഗവൺമെൻറ്റിനെ പറ്റിക്കും. ഈ ഗവൺമെൻറ് എന്തിനാണ് കൊടുക്കണത്? ഈ ഗവൺമെൻറ് നമ്മുടെ ഈ പാവപ്പെട്ട പൊതുജനങ്ങൾക്കുള്ള ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് ഈ പൈസ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഗവൺമെൻറ്റിന് കൊടുക്കുന്ന പൈസ കറക്റ്റായിട്ട് കൊടുക്കുക. അത് ഇല്ലീഗലായിട്ടുള്ള ഒന്നും ചെയ്യാതിരിക്കുക. തെറ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ പേടിക്കണ്ട എന്നുള്ള ഒരു വിശ്വാസമാണ് എനിക്കുള്ളത്. അല്ലാതെ പല എക്സെപ്ഷൻ കാണും. ഞാനതാ പറഞ്ഞ ഒരു സ്പെസിഫിക് ഇതിന് പുറകെ ഞാൻ പോകുന്നില്ല. പക്ഷെ ജനറലി ചോദിച്ച ക്വസ്റ്റ്യൻ ഞാൻ പറയണതാണ്, നമ്മൾ ഗവൺമെൻറ് നമുക്ക് കറക്റ്റായിട്ട് ചെയ്യുക. നമ്മൾ കൊടുക്കേണ്ടത് ഇപ്പോൾ GST കൊടുക്കേണ്ടത് തീർച്ചയായിട്ടും GST പേ ചെയ്ത് തന്നെ കൊടുക്കുക. GST വരുന്നത് നമ്മൾ ഗവൺമെൻറ് പേ ചെയ്യുക. അതുപോലെ തന്നെ ഇൻകം ടാക്സ് വരും, ഇൻകം ടാക്സിന് കറക്റ്റായിട്ട് കൊടുക്കുക, ഗവൺമെൻറ്റിന് കൊടുക്കുക. നമ്മൾ ഒരു തിരിമറിയൊക്കെ നടത്തി എന്തെങ്കിലും വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പോൾ ഒന്ന് അവർ ചെക്ക് ചെയ്യുമ്പോൾ അതിൽ ഇത് കാണും, ആ പ്രശ്നം ഉണ്ടാവും. അവർക്ക് പേടിക്കണം. അവർക്ക് രാത്രി ഉറക്കം ഉണ്ടാവില്ല. ഈ പറഞ്ഞ മാതിരി പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷേ നമ്മൾ നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ അതുണ്ടാവില്ല. എത്രയോ ആൾക്കാർ നല്ല രീതിയിൽ, ഇപ്പോൾ ഞാൻ ഇപ്പം കല്യാൺ സിൽക്സിന് റീസെൻ്റായിട്ട് അവർ ഏറ്റവും കൂടുതൽ കറക്റ്റായിട്ട് ടാക്സൊക്കെ അടച്ചതിന് ഗവൺമെൻറ് തലത്തിൽ അവരെ അനുമോദിച്ചു എന്ന് പറഞ്ഞ് ഞാൻ കേട്ടത്. ഞാൻ ഒരു പേര് പറഞ്ഞതേ ഉള്ളൂ. അപ്പം നമ്മൾ അതുകൊണ്ട് ഒരു സ്പെസിഫിക് കേസിനെ പറ്റി ഞാൻ പറയുന്നത് ശരിയല്ല. ഉറങ്ങാം അല്ലേ? നമ്മൾ കറക്റ്റായിട്ട് ചെയ്താൽ ഒരു കുഴപ്പമുണ്ടാവില്ല. നേരെ മറിച്ച് നമ്മളത് പറ്റിച്ചു വെച്ചോ, അപ്പോൾ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും, അയ്യോ ഗവൺമെൻറ് കണ്ടുപിടിക്കുമോ, നമ്മളിത് പറ്റിച്ചല്ലേ നമ്മൾ പൈസ ഉണ്ടാക്കിയത്. അപ്പോൾ ഒരു ഉറങ്ങാൻ വരാൻ ഇച്ചിരി ബുദ്ധിമുട്ട് വരും. അങ്ങനെ ഉണ്ടാവാതിരിക്കുക, കറക്റ്റായിട്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നാട്ടിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഉണ്ട് കേരള സഭയുടെ ഒരു പിന്നെ സ്വീകരിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇതിൽ എത്രത്തോളം പ്രതീക്ഷയുണ്ടെന്നുള്ളതാണ്. നമ്മുടെ ഇപ്പോഴത്തെ സർക്കാർ മുമ്പോട്ട് വച്ചിരിക്കുന്ന ഒരു തുറന്ന ജാലകം എന്ന് പറയുന്ന പോലെ അതിലെത്രത്തോളം പ്രതീക്ഷയുണ്ട്? എങ്ങനെയാണ് കാണുന്നത്? ഞാൻ ആദ്യമായിട്ട് പറയട്ടെ, എനിക്കൊരു പൊളിറ്റിക്കൽ പാർട്ടിയോടും അഫിലിയേഷൻ ഇല്ല. ഞാൻ ഒരു സോഷ്യൽ വർക്കറാണ്. ഇതെൻ്റെ 3ാമത്തെ തവണയാണ് എന്നെ ലോക കേരള സഭയിലോട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് ആസ് ആൻ ഇൻവൈറ്റി. ഗവൺമെൻറ്റിനെ എന്നെ ഇതിലോട്ട് സെലക്ട് ചെയ്തതിന് ആദ്യമായിട്ട് അവരോട് നന്ദി അറിയിക്കുകയാണ്. ഇത് തുടക്കം മുതലേ ഞാൻ പറഞ്ഞ പോലെ ഞാൻ കണ്ടതാണ്. ആദ്യത്തെ ലോക കേരള സഭയിൽ 35 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണെങ്കിൽ ഇന്ന് 5ാമത്തെ ലോക കേരള സഭയാണ് നടക്കുന്നത്. 125 രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ റെപ്രസെൻറ്റേറ്റീവ് വന്നു. ഇതൊരു പ്ലാറ്റ്ഫോമാണ്. പ്രവാസി മലയാളികളുടെ പ്രശ്നങ്ങൾ പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. നമുക്ക് ഈ പ്ലാറ്റ്ഫോം ഇല്ലെങ്കിൽ വേറെ എവിടെ പറയും? നമുക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്നതിനെല്ലാം ആൻസർ കിട്ടുന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷേ നമുക്ക് പ്രവാസികൾ ഇന്ന് കേരളത്തിൻ്റെ സമ്പദ്ഘടനയെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവന്നതിന് ഈ പ്രവാസികൾ ചെയ്ത ഒരു കാര്യങ്ങൾ നമുക്ക് ആർക്കും നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ല. ഇന്ന് കേരളം ഈ രീതിയിൽ നല്ല രീതിയിൽ പോയിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാന ഒരു കാരണം ഈ പാവപ്പെട്ട ഈ പ്രവാസികളാണ്. എല്ലാ പ്രവാസികളും പൈസക്കാരല്ല കേട്ടോ, എല്ലാവരും ബിസിനസ്സുകാരല്ല. ഇത് 1, 2, 3% ആൾക്കാരേ ഉള്ളൂ
നിങ്ങൾ റിച്ചായിട്ട് കാണുന്നതും ഈ പറഞ്ഞ ബിസിനസ്സുകാരും. ബാക്കി മെജോറിറ്റി ആൾക്കാർ ഒത്തിരി പേര് വളരെ കഷ്ടപ്പെടുന്നുണ്ട്. നമ്മൾ അവരുടെ കാര്യങ്ങൾ നമുക്ക് റേസ് ചെയ്യത്തക്ക രീതിയിൽ ഉള്ളൊരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഞാൻ ലോക കേരള സഭയെ കാണുന്നത്. അപ്പം പ്രവാസികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ഗവൺമെൻറ് ആലോചിക്കുന്നു. അതാണ് ലോക കേരള സഭ. അപ്പോൾ അതിൽ ഈ പ്രവാസികൾ ഉന്നയിച്ച പല കാര്യങ്ങളും, ഇപ്പം 4ാമത് ലോക കേരള സഭയിൽ ഞാനുണ്ടായിരുന്നു, പല കാര്യങ്ങളും ഉന്നയിച്ചു. ഏകദേശം 28ഓളം കാര്യങ്ങൾ നമ്മൾ ഉന്നയിച്ചിരുന്നു. അതിൽ 23 കേരള ഗവൺമെൻറ് താഴെയും 5 സെൻട്രൽ ഗവൺമെൻറ് താഴെയുമായിരുന്നു. ആ 23-ൽ 10ഓളം കാര്യങ്ങൾ ഓൾറെഡി ഗവൺമെൻറ് ചെയ്തു കഴിഞ്ഞു. ഇനിയുള്ള 13 ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രധാനപ്പെട്ടത് ഞാൻ പറയണത്, ഈ ഞാൻ പറഞ്ഞില്ലേ, ഒരു വലിയൊരു ശതമാനം മലയാളികളും ഒത്തിരി കഷ്ടപ്പെട്ട് ഒത്തിരി പ്രതീക്ഷകളോടെ ഒക്കെ പോയി പലർക്കും ജോലിയൊക്കെ നഷ്ടപ്പെട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേക്കും അവരുടെ ജീവിതം മുഴുവൻ അവിടെ ഹോമിച്ചിട്ടാണ് വരുമ്പോഴത്തേക്കും അവർക്ക് ഹെൽത്ത് പരമായിട്ടൊക്കെ പല ഇഷ്യൂ ഉണ്ടാവും. അവരുണ്ടാക്കിയ സമ്പാദിച്ച പൈസ മുഴുവനും ഇന്നത്തെ അറിയാമല്ലോ, മെഡിക്കൽ ട്രീറ്റ്മെൻറ്റൊക്കെ പൈസ കാരണം അങ്ങനെയൊക്കെ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞിരുന്നു ഒരു ഇൻഷുറൻസ് സ്കീം ഈ പ്രവാസികൾക്ക് വേണ്ടി ചെയ്യണമെന്ന്, നോർക്ക കെയർ എന്ന് പറഞ്ഞിട്ട്. അതിൽ നിന്നുണ്ടായതാണ്. കഴിഞ്ഞ ലോക കേരള സഭയിൽ നമ്മൾ പറഞ്ഞ പ്രപ്പോസലാണ്. ഗവൺമെൻറ് അത് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് ഇന്ന് എൻ്റെ അറിവിൽ ഒരു 1.25 പ്രവാസികൾ ഓൾറെഡി ചേർന്ന് കഴിഞ്ഞു ഇതിനകത്ത്. ഇത് ഒരു എൻഡാണെന്ന് ഞാൻ പറയണില്ല, ഇനിയും പോകാനുണ്ട്, ഇനിയും നല്ലത് ചെയ്യാനുണ്ട്. പക്ഷെ ഞാൻ നല്ലതിന് നല്ലതായിട്ട് കാണുന്നു. ഇതുകൊണ്ട് ഒരു മലയാളിയെങ്കിലും ഒരു പ്രവാസിക്കെങ്കിലും ഹെൽപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു നല്ലതല്ലേ, അത്രമാത്രം നോക്കുന്നുള്ളൂ. വെറും ഞാൻ പൊളിറ്റിക്കലായിട്ട് വേറെ ഒരു രീതിയിൽ ഞാൻ നോക്കണില്ല. എനിക്കറിയാം ഇതിലെ പൊളിറ്റിക്കൽ കോൺട്രവേഴ്സി, അതുകൊണ്ട് തന്നെ ഞാൻ അതിനായിട്ട് കമൻറ്റ് ചെയ്യാനും ഉദ്ദേശിക്കുന്നില്ല. ഒരു ചോദ്യം കൂടെ ഉള്ളൂ. ഇനി എങ്ങോട്ടാണ് ഒരു യാത്ര, അല്ലെങ്കിൽ ഇനിയുള്ള ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും പറയാൻ? ഞാനൊരു മലയാളിയാണ്. ഞാൻ ഈ കേരളത്തിൽ തന്നെ ഉണ്ടാവും. കേരളത്തിനോട് ചേർന്ന് തന്നെയായിരിക്കും എൻ്റെ യാത്ര. മനസ്സ് അവിടെ വർക്ക് ചെയ്യണ ദുബായിലാണ്. 30-35 വർഷമായിട്ട് ദുബായിലാണ്. അവിടെ ബിസിനസ്സുണ്ട്. എന്നാലും നമ്മുടെ മനസ്സ് മുഴുവൻ കേരളത്തിലാണ്. ഞാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. കേരളത്തിലെ ജനങ്ങളുടെ കൂടെ ആയിരിക്കും എൻ്റെ മനസ്സ്. എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ കേരളത്തിലായിരിക്കും നമ്മൾ ചെയ്യുക. പ്രതീക്ഷയോടുകൂടിയും ആശങ്കയോടുകൂടിയും വിദേശത്തേക്ക് ജോലി തേടി പോകുന്നവരോട് എന്താണ് ചുരുക്കി പറഞ്ഞാൽ പറയാനുണ്ടാകുന്നത്? നിങ്ങൾ എന്ത് ചെയ്താലും ദ ബെസ്റ്റ് ആയിട്ട് ചെയ്യുക. ഞാൻ അഗൈൻ പറഞ്ഞു തന്ന ഒരേ ഒരു കാര്യമുള്ളൂ. യു ക്യാൻ ബി എ ഷെഫ്, ദെൻ ബിക്കം ദ ബെസ്റ്റ് ഷെഫ്. നിങ്ങൾക്ക് യു ക്യാൻ ബി എ ട്രേഡർ, ദെൻ ബിക്കം ദ ബെസ്റ്റ് ട്രേഡർ. ആക്ച്വലി ചെയ്യുന്നത് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുക, കറക്റ്റായിട്ട് ചെയ്യുക, പ്ലാൻഡായിട്ട് ചെയ്യുക, കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക, ഹോണസ്റ്റായിട്ട് വർക്ക് ചെയ്യുക. റിസൾട്ട് വിൽ കം ഓട്ടോമാറ്റിക്കലി. നിങ്ങൾ നല്ലതാണ് ചെയ്യണം, നിങ്ങൾ കൊടുക്കുന്ന പ്രോഡക്റ്റ് നല്ലതാണ്, നിങ്ങൾ സർവീസ് ചെയ്യുന്നത് നല്ലതാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് കസ്റ്റമേഴ്സ് ഓട്ടോമാറ്റിക്കായിട്ട് വരും. നേരെ മറിച്ച് നിങ്ങളൊരു ഒരു ടെമ്പററി ഒരു ബെനിഫിറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ മായം ചേർക്കുകയോ ഇല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ പ്രോഫിറ്റ് എടുക്കാനൊക്കെ ശ്രമിച്ചാൽ ഈ കസ്റ്റമേഴ്സ് നിങ്ങളുടെ കൂടെ നിൽക്കില്ല, അവർ തിരിച്ചു വരില്ല. ഞാൻ വെളിയിൽ പോകുന്ന എല്ലാവരോടും പറയണ ഇതാണ്. ഒന്ന്, നിങ്ങൾ പോകുന്നതിന് മുമ്പ് ഡോക്യുമെൻറ്റ്സ് എല്ലാം വളരെ ക്ലിയർ ആയിട്ട് ചെക്ക് ചെയ്യുക. ഇന്ന് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റും അതേമാതിരി തന്നെ വെളിയിലുള്ള ഗൾഫ് കൺട്രി ആണെങ്കിലും ശരി, യൂറോപ്യൻ കൺട്രികളാണെങ്കിലും ശരി, അവരുടെയൊക്കെ ഇമിഗ്രേഷൻ ലോസ് വളരെ സ്ട്രിക്റ്റ് ആണ്. അതെല്ലാം പഠിച്ച് നിങ്ങൾക്ക് വേണ്ടുന്ന കറക്റ്റ് ഡോക്യുമെൻ്റ് ഉണ്ടോ എന്നും ചേർന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം യാത്ര ചെയ്യുക. നിങ്ങൾക്കുള്ള കറക്റ്റ് ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ പോകാവുള്ളൂ. പലരും പല പ്രോമിസുകളും തരും, നിങ്ങൾക്ക് അവിടെ വന്നിട്ട് നമുക്ക് നോക്കാമെന്നൊക്കെ. അത് പോയി ചെന്ന് ചതിയിൽ ചാടരുത്. നിങ്ങൾ ഡോക്യുമെൻ്റ് എല്ലാം വെരിഫൈ ചെയ്ത് കറക്റ്റാണെന്നുണ്ടെങ്കിൽ മാത്രം. അതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊട്ടക്ടർ ഓഫ് ഇമിഗ്രൻസ് ഉണ്ട്, നമ്മുടെ പാസ്പോർട്ട് ഓഫീസേഴ്സ് ഉണ്ട്, അതിനുള്ള ഗവൺമെൻറ് അതോറിറ്റീസ് ഉണ്ട്, അവരൊക്കെ വേണ്ടി ചെക്ക് ചെയ്യാം. ഇതിനുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. നമ്മൾ ഈ ചെയ്ത കാര്യങ്ങളെല്ലാം, ഈ കിട്ടുന്ന ജോബ് കോൺട്രാക്റ്റൊക്കെ കറക്റ്റാണോ എന്ന് അറിയാനുള്ള കാര്യങ്ങളുണ്ട്. അതെല്ലാം ചെക്ക് ചെയ്ത് നമ്മുടെ ബ്രദേഴ്സ് ആണെങ്കിലും സിസ്റ്റേഴ്സ് ആണെങ്കിലും എല്ലാം ചെക്ക് ചെയ്ത് കരുതലോടുകൂടി മാത്രമേ മുമ്പോട്ട് പോകുള്ളൂ. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.